ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. May God's name be glorified. ഈ ആഴ്ചയിൽ എനിക്ക് ഇങ്ങനെ നിൽക്കാനായിട്ട് ദൈവം കൃപ ചെയ്തതിനോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. I thank God for the grace He has given me to stand before you. ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ ഈ സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുന്നത്. It's the first time I'm addressing you from here. കാരണം ഞാൻ ഇവിടെ വന്നിട്ട് 5 മാസമേ ആയിട്ടുള്ളൂ. Because I've been here only for 5 months. ഒരു മിനിറ്റിൽ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. First, I just want to introduce myself. പലർക്കും ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ നോർത്ത് ഇന്ത്യയെ കുറിച്ച് ചിന്ത വരാറുണ്ട്. Many people, when they hear India, they think about North India. നോർത്ത് ഇന്ത്യ സുവിശേഷത്തിന് വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് നമുക്ക് കാണുന്നത്. And we know that North India is a place where there is a lot of problem for gospel. എന്ന് പറയുന്നത് തന്നെ കേരളത്തിന്റെ നോർത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഒരു ജില്ലയിലാണ് ഞാൻ താമസിക്കുന്നത്. In Kerala, I'm living in a place which can be called the North India of Kerala. പാലക്കാട് എന്നുള്ള ജില്ലയാണ്. And that district is called Palakkad. ഇന്നലെ ഇവിടെ ഭാഷകളെ കുറിച്ച് നാം കേൾക്കുകയുണ്ടായി. Yesterday we heard about different style of language. അപ്പോൾ പാലക്കാട് ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആർക്കും തന്നെ മനസ്സിലാകില്ല. If I talk about the Palakkad style of Malayalam, nobody will understand. തമിഴ്നാടോട് ചേർന്ന് നടക്കുന്ന ഒരു സ്ഥലമാണ് പാലക്കാട്. Palakkad is a place which is close to Tamil Nadu. നമ്മുടെ സുവിശേഷകന്മാർ വളരെയധികം പ്രവർത്തിക്കുന്നുണ്ട്. Many of our evangelists are working there. അട്ടപ്പാടി ഊരുകൾ വളരെയധികം ഉള്ള ഒരു സ്ഥലമാണ്. There is a place called Attapadi and other places where evangelism is going on. ആദിവാസികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ഒരു ജില്ല. And that's a place where a lot of tribal people are living. സുവിശേഷത്തിന് വളരെ പ്രയാസം നേരിടുന്ന ഒരു ജില്ലയാണ് പാലക്കാട്. And that's a district where evangelism, gospel has a lot of problems. പ്രത്യേകിച്ച് നല്ല പ്രാർത്ഥനയെ ജില്ലയെയും അവിടെയുള്ള സുവിശേഷകന്മാരെയും ഓർക്കണം എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് ഓർപ്പിക്കുക. So I want to remind you, request your prayer for that district. ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി ദൈവവചനത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. I want to draw your attention to the word of God. സമയം വളരെയധികം മുന്നോട്ട് പോയിരിക്കുകയാണ്. The time has gone too much. കാരണം ഞാൻ മലയാളത്തിൽ പ്രസംഗിക്കും, ഇംഗ്ലീഷിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യും. Because it has to be translated into English. മലയാളത്തിൽ പ്രസംഗിക്കുക എന്നുള്ളത് ഒരു അഭിമാനത്തിന്റെ ഒരു കാര്യമാണ്. കാരണം അതൊരു ശ്രേഷ്ഠ ഭാഷയായി ഇപ്പോൾ അതിന് അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. To preach in Malayalam is a matter of honor because it's a good language, big language. കാരണം എനിക്ക് ഇംഗ്ലീഷിൽ പ്രസംഗിക്കാനും അറിയില്ല. Another reason is I don't know how to preach in English. ഇന്നത്തെ ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. We are in a special circumstance today. ഉള്ളത് പറഞ്ഞാൽ വിശ്വസിക്കുവാൻ പ്രയാസമുള്ള ഒരു കാലഘട്ടത്തിൽ. And we are living in an age where the truth is not accepted. അപ്പോൾ ഒരു ചെറിയൊരു കഥ എനിക്ക് ഓർമ്മ വരുന്നു. And I have a small story. സൺഡേ സ്കൂൾ കഴിഞ്ഞ് വന്ന കുട്ടിയോട് ആ വീട്ടിലെ അമ്മച്ചി ചോദിച്ചു, ഇന്ന് എന്താണ് സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചത്? When a child came back from Sunday school, the mother asked, what were you taught there? ഈ കുട്ടി പറഞ്ഞു, ഇസ്രായേൽ മക്കളെ ചെങ്കടൽ കടത്തിയ കഥയാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. And he said that we learned the story where Israelites were crossing the Red Sea. അമ്മച്ചി ചോദിച്ചു, എങ്ങനെയാണ് അവരെ കടത്തിയതെന്ന് ചോദിച്ചു. And the mother asked, okay, how did they cross the sea? അപ്പൊ അമ്മച്ചിയെ വിശ്വസിപ്പിക്കുവാനായിട്ട് അദ്ദേഹം വിശ്വസിപ്പിക്കാവുന്ന രീതിയിൽ കുട്ടിയെ പറയാനായിട്ട് തുടങ്ങി. And the child tried to explain things in a way that was convincing to the mother. മോശയുടെ കൂട്ടത്തിൽ അനേക എഞ്ചിനീയേഴ്സ് ഉണ്ടായിരുന്നു. The child said that with Moses there were so many engineers. ഒരുപാട് ബോംബൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്ന ആൾക്കാരുണ്ടായിരുന്നു. And there were people who knew how to make bombs. അവരെങ്ങനെ ചെങ്കടലിന്റെ അടുത്തെത്തിയപ്പോൾ എഞ്ചിനീയേഴ്സ് പെട്ടെന്ന് ഒരു പാലം അങ്ങോട്ട് ഉണ്ടാക്കി. And when they approached the Red Sea, they made a bridge there. ഇസ്രായേൽ മക്കൾ മുഴുവനും ചെങ്കടൽ കടന്ന് അപ്പുറത്ത് എത്തിയ സമയത്ത്, and when the Israelites they all crossed the bridge and went the other side, ഫറവോന്റെ സൈന്യം പാലത്തിന്റെ നടുക്കെത്തിയപ്പോൾ, and when Pharaoh's army was in the middle of the bridge, ആ ബോംബ് കൊണ്ട് ആ പാലം മുഴുവൻ തകർത്തു കളഞ്ഞു. and they destroyed the whole bridge with a അങ്ങനെ അവർ മുഴുവനും ചെങ്കടലിൽ മുങ്ങി ചത്തു എന്നാണ് പഠിപ്പിച്ചത്. And so the child said that they all were drowned in the sea, and that is what the teachers taught us. അമ്മച്ചിക്ക് ഭയങ്കര ആശ്ചര്യമായി, ഇതെന്തോ ഈ പറയുന്നത്. And the mother was so surprised. What kind of teaching is this? ഇത് പറഞ്ഞിട്ട് അമ്മച്ചി വിശ്വസിക്കുന്നില്ലേ? So the child said, I explained everything well and you still don't believe it? ഇത് വിശ്വസിച്ചില്ലെങ്കിൽ അവിടെ പഠിപ്പിച്ചു പറഞ്ഞാൽ അമ്മച്ചി ഒട്ടും വിശ്വസിക്കുന്നില്ല. So he said that if you cannot believe this, if I tell you what was taught there, you won't
wouldn't believe at all. അപ്പോൾ നാം അങ്ങനെ ആയിരിക്കുന്നവരല്ല ഇവിടെ ഇരിക്കുന്നവരെന്ന് എനിക്കറിയാം. And I know that the people sitting here is not of that നമ്മൾ kind. ദൈവവചനത്തിൽ എന്ത് പറയുന്നു അത് വിശ്വസിക്കുന്നവരാണ്. Because whatever is written in the Bible, we take it literally. ഇവിടെ ഓർപ്പിച്ചതുപോലെ ഏബനേസർ എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുവാനായിട്ട് So പോകുന്നത്. I'm going to talk about a topic, Ebenezer. നമുക്കറിയാം ഏബനേസർ എന്നുള്ള വാക്കിനൊരു പ്രത്യേക അർത്ഥമുണ്ട്. എന്താണെന്ന് അറിയാമോ? We know that the word Ebenezer has a meaning. ആർക്കെങ്കിലും പറയാമോ? ഒന്ന് സഹായിക്കാമോ? Anybody wants to help? ഓക്കെ, നിങ്ങൾ പറഞ്ഞ ആൻസർ വളരെ ശരിയാണ്. Yeah, your answer is right. നമുക്കറിയാം ഇപ്പോൾ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ അവർക്ക് പേരുകൾ കണ്ടുപിടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. And we are living in an age where parents find name for their children even before they were born. നല്ല അർത്ഥമുള്ള പേരുകളാണ് നാം കണ്ടുപിടിക്കാറുള്ളത്. And many parents try to find names which has meaning. എന്ന് പറയുന്ന പോലെ തന്നെ ബൈബിളിലുള്ള പേരുകൾക്കും വളരെ അർത്ഥങ്ങളുണ്ട്. The same way the names in the Bible has meaning. ദൈവത്തിന്റെ സഹായം എന്നാണ് എബനേസർ എന്നുള്ള വാക്കിനർത്ഥം. The meaning of the word Ebenezer is God's help. ദൈവം നമ്മെ സഹായിച്ചു എന്നുള്ളത്. God has helped us. ദൈവം നമ്മളെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ നാം ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ ഇന്നിവിടെ ചിന്തിക്കുവാനായിട്ട്. And if we want to have God's help, there are a few things we need to do, and I'm going to talk about those things. ദൈവം നമ്മെ സഹായിക്കണമെങ്കിൽ അനേക കാര്യങ്ങൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും സമയത്തിന്റെ പരിമിതി കൊണ്ട് 6 കാര്യങ്ങൾ മാത്രം ഞാനത് പോയിന്റ് ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. If you want to get God's help, there are so many things mentioned in the Bible, but I'm just going to mention 6 things. അതിനാധാരമായിട്ട് 1 ശമൂവേൽ 7-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. We will go to 1 Samuel chapter 7 verse 3. There it says, "And Samuel said to the whole house of Israel, if you are returning to the Lord with all your hearts, then rid yourself of the foreign gods and the Ashtoreths and commit yourself to the Lord and serve him only, and he will deliver you out of the hands of the Philistines." ഇവിടെ ശമൂവേൽ പറയുന്നതായിട്ടുള്ള കാര്യം, ഒന്നാമത് ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നീ ദൈവവചനത്തിലേക്ക് തിരിയണം എന്നുള്ളതാണ്. Samuel is reminding them that if you want to get God's help, you need to return to God's word. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയണം. With whole your heart you have to turn to the Lord. ആദ്യ നാളുകളിൽ നമുക്കറിയാം നമ്മുടെ പിതാക്കന്മാർ ദൈവവചനത്തിലേക്ക് പ്രയോജനപ്പെട്ടതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവർ ദൈവവചനത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. We know that our forefathers were so useful in the hands of God because they returned to the word of God. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ പലപ്പോഴും ദൈവവചനത്തിൽ നിന്നും അകന്നു പോയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. But as the time has gone by, our generation has gone away from the word of God. ദൈവം നമ്മോട് കൂടിയിരിക്കണമെന്നുണ്ടെങ്കിൽ, ദൈവം നമ്മെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ നാം പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയുക എന്നുള്ളതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. If you want to have God's presence, God's help in your life, the first thing we need to do is turn to God with whole your heart. നാം എങ്ങനെയാണ് ദൈവവചനത്തിലേക്ക് തിരിയേണ്ടത്? And how should we turn to God's word? നമ്മുടെ പാപങ്ങൾ നാം അനുദപിക്കണം. We have to repent from our sins. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയണം. And we have to confess our sins. നാം ദൈവത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ പകരണം. And we have to pour our hearts before God. നാം പാപങ്ങളെ ഏറ്റുപറയുമ്പോഴാണ് ദൈവം നമ്മിലേക്ക് കടന്നു വരുന്നത്. And when we confess our sins, that's when God comes into our heart. 2 ദിനവൃത്താന്തം 7:14 നമുക്കൊന്ന് വായിച്ചു നോക്കാം. 2 Deuteronomy, 2 Chronicle, 7:14. chapter 7 verse 14. If my people which are called by my name shall humble themselves and pray and seek my face and turn from their wicked ways, then will I hear from heaven and will forgive their sin and will heal their land. നോക്കുക, അവിടെ പറഞ്ഞതായിരിക്കുന്ന കാര്യം, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം, അതായത് രക്ഷിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം എന്ത് ചെയ്യണം? തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് യഹോവയിലേക്ക് തിരിയണം എന്നുള്ളത്. The word says that my people should turn from their wicked ways and turn to me, God. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ അവർ ദൈവവചനം വിട്ട് അസ്തരോത്ത് പ്രതിഷ്ഠകളിലേക്കും അല്ലെങ്കിൽ അവരുടെ ഹൃദയം മറ്റ് വിഗ്രഹങ്ങളിലേക്ക് അവർ തിരിഞ്ഞു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. We understand from here that the Israelites, they left God's word and they left worshipping God and went after different idols. അവർ പല വിഗ്രഹങ്ങളുടെ പിന്നാലെ അവർ പോകുവാനായിട്ടിടയായി തീർന്നു. They went after many idols. അതിന്റെ പരിണത ഫലം അവർ അനുഭവിക്കുവാനായിട്ടിടയായി തീർന്നു. And then they started suffering the consequence of that. ആയതുകൊണ്ട് ശമൂവേൽ പറയാണ്, നമുക്കറിയാം ഏലിയുടെ
പാദപീഠയിൽ നിന്ന് പഠിച്ചതായിരിക്കുന്ന ശമൂവേൽ പറയാണ്, ആയതുകൊണ്ട് പ്രിയ ഇസ്രായേലേ, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയണം. And we know about Samuel who studied at the feet of Eli. He tells the Israelites to turn to God with whole heart. ആയതുകൊണ്ട് നാം ഈ പറയുന്ന പോലെ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് ദൈവവചനത്തിലേക്ക് തിരിയേണ്ടതായിട്ടുണ്ട്. And therefore it's very necessary that we too turn to God with whole heart. നാം ദൈവവചനം പഠിക്കുന്നവരായിട്ട് തീരണം. And we should study the word of God. വചനം കേൾക്കുന്നവരായിട്ട് തീരണം. We should listen to the word of God. കേൾക്കുന്ന വചനം അനുസരിക്കുന്നവരായിട്ട് തീരുക എന്നുള്ളതാണ്. And also obey the word that we listen to. അപ്പോൾ ദൈവം നമ്മോട് കൂടെയിരിക്കും. And then God will be with us. അപ്പോൾ അവൻ ഏബനേസറായിട്ടിരിക്കും. And then he will be Ebenezer for us. രണ്ടാമത്തെ പോയിന്റിലേക്ക് ഞാൻ വരുവാനായിട്ട് And ആഗ്രഹിക്കുന്നു. our second point is 1 ശമൂവേൽ 7-ന്റെ 4-ാമത്തെ വാക്യം. 3 വായിച്ചതാണ്, അതിന്റെ 4-ാമത്തെ വാക്യം. And 1 Samuel chapter 7 verse 4. So the Israelites put away their Baals and Ashtoreths and served the Lord only. അവർ ആ വാക്കുകൾ കേട്ടു. ഇസ്രായേൽ എന്ത് ചെയ്തു? അവരുടെ ബാൽ വിഗ്രഹങ്ങളെയും അസ്തരോത്ത് പ്രതിഷ്ഠകളെയും നീക്കിക്കളഞ്ഞ് യഹോവയിലേക്ക് തിരിയുവാനായിട്ടിടയായിത്തീർന്നു. And when Israel heard this the instruction, they left all the idols and turned to God with whole heart. ദൈവജനം ദൈവത്തോട് വിശ്വസ്തതയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് നാം വാക്യത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. And from this verse we learn that the people of God should be faithful to God. ഇസ്രായേൽ ജനം ദൈവത്തോട് വിശ്വസ്തതയുള്ളവരായിട്ടിരിക്കണം. Israelites have to be faithful to God. വിഗ്രഹങ്ങളെ നീക്കിക്കളയുക എന്നുള്ളതാണ് ആദ്യപടി. And the first step they need to do is remove all the idols. വിഗ്രഹം എന്ന് പറയുമ്പോൾ നാം പെട്ടെന്ന് ചിന്തിക്കുന്നത് ഇന്ന് ലോകത്ത് കാണുന്ന എന്തെങ്കിലും വിഗ്രഹങ്ങളായിരിക്കാം. And when we talk about idols, immediately we think about some idols that we see in the world. ഒരു ദിവസം കേരളത്തിലെ ഒരു ബസ്സിൽ പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്തവരോടെ ഉണ്ടാകാം. In Kerala, many of us have traveled in a private bus. ബസ്സില് പല ഫോട്ടോകളൊക്കെ കാണാം. And in the bus in the front you will see many pictures. അപ്പം ഒരു ദിവസം ആ ബസ്സിലെ കണ്ടക്ടറിന് പറയുകയുണ്ടായി. And one day one of the conductors in the bus said, ഞാൻ ഈ 3 ഫോട്ടോ വെച്ചിട്ടുണ്ട്. He said that we have kept 3 photos there. ഹൈന്ദവൻ വരികയാണെങ്കിൽ, if a Hindu person comes, അവനെ സന്തോഷിക്കാൻ നിങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ ആദ്യം വെച്ചില്ല, നിനക്കത് സന്തോഷമായില്ലേ? And we have put your God's picture first to please you. ഇനി ഒരു മുസ്ലിമാണ് വരുന്നെങ്കിൽ, and if a Muslim comes, ഖുർആൻ നമ്മുടെ അടുത്തുനിന്നല്ല വായിക്കുന്നത്, നിങ്ങളുടെ ഏറ്റവും അടുത്ത ഭാഗത്തായിട്ട് പ്രത്യേകം വെച്ചിട്ടുണ്ട്. and we read Quran from the left side, so we have put your picture on the left. അവർക്കും ഹാപ്പിയായി. And they are happy too. ഫൈനലൊരു ക്രിസ്ത്യനാണ് വരുന്നെങ്കിൽ, and if a Christian comes, ഇദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? and he says this, യേശുക്രിസ്തുവിനെ ക്രൂശിച്ചത് എവിടെ? ആരുടെ മധ്യത്തില്? അപ്പൊ അവനും സന്തോഷമായി. Where was Jesus Christ crucified? Between 2 thieves. So he is placed between those 2 pictures. അപ്പൊ അതൊരു ബിസിനസിന് വേണ്ടി അവരത് ചെയ്യുന്നത് മാത്രം, എല്ലാവരും സന്തോഷിപ്പിക്കുവാനായിട്ട്. So that is their business strategy to please everybody. പലപ്പോഴും നാം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാനായിട്ട് ചില വിഗ്രഹങ്ങളെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കൊണ്ടുവരാറുണ്ട്. Many times we bring some idols to our heart to please others. വിഗ്രഹം എന്നുള്ളത് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത എല്ലാ കാര്യങ്ങളും വിഗ്രഹത്തിന്റെ കൂട്ടത്തിൽ നമുക്ക് പെടുത്തുവാനായിട്ട് സാധിക്കും. And anything that we have in our heart which is not pleasing to God could be an idol. നാം ദൈവത്തെ സന്തോഷിപ്പിക്കാത്ത എല്ലാ കാര്യങ്ങളും വിഗ്രഹത്തിന്റെ കൂട്ടത്തിൽ പെടുത്തുവാനായിട്ട് സാധിക്കും. Anything that doesn't please God will be an idol. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവഹിത പ്രകാരമുള്ള ഒരു ക്രിസ്തീയ ജീവിതം നാം നയിക്കേണ്ടതായിട്ടുണ്ട്. So in our Christian life we need to lead a life which is pleasing to God. ഞാൻ ഏത് ലോകത്ത് എവിടെയായിരുന്നാലും ദൈവം എന്നോട് കൂടി ഇരിക്കുന്ന സ്ഥലത്തെ ഞാൻ പോയിരിക്കാവുള്ളൂ. And wherever I am in the world, I can go to only place where God can come with me. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ദൈവം എന്നോട് കൂടി ഇരിക്കുന്നില്ലെങ്കിൽ ആ സ്ഥലത്ത് ഞാൻ ഇരിക്കുവാനായിട്ട് പാടില്ല. If I sit in a place where God cannot sit with me, I should not be sitting there. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ദൈവജനം ദൈവത്തോട് വിശ്വസ്തതയുള്ളവരായിട്ട് തീരണം. In our Christian life we need to be blessed by God. We have to be faithful to God. ഇസ്രായേൽ മക്കൾ ബാൽ വിഗ്രഹങ്ങളെയും അസ്തരോത്ത് പ്രതിഷ്ഠകളെയും അവർ കൊണ്ടു നടന്നതായിട്ട് കാണുന്നു. We see that Israelites worship Baal and Ashtaroth. ആ സമയത്തെല്ലാം ദൈവം അവരോട് അകന്നു നിന്നതായിട്ട് കാണുന്നു. And we see that time God kept a distance from them. ആ സമയത്തെല്ലാം അവർ യുദ്ധങ്ങളിൽ പരാജയപ്പെട്ടതായിട്ട് കാണുന്നു. And those times
they always lost their wars. അവർ പലരും കൊല്ലപ്പെടുവാനായിട്ടിടയായിത്തീർന്നു. And many of them were killed. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? Why did all those things അവർ happen? വിഗ്രഹങ്ങളുടെയും പ്രതിഷ്ഠകളുടെയും പിന്നാലെ പോകുവാനായിട്ടിടയായി. They went after different idols. ദൈവത്തോട് വിശ്വസ്തത കാണിക്കാത്തവരായിത്തീർന്നു. And they were unfaithful to God. ദൈവവുമായിട്ട് അകന്നു പോകുവാനായിട്ടിടയായിത്തീർന്നു. And they distanced themselves from God. എന്നാൽ അവർ അത് വിട്ടു തിരിഞ്ഞപ്പോൾ, But when they turned from those things, അവരോടുകൂടെ ഏബനേസറായിട്ട് യഹോവ വരുവാനായിട്ടിടയായിത്തീർന്നു. then God came with me as Ebenezer. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയങ്ങളിലും നാം അറിയാതെ ഒരുപാട് വിഗ്രഹങ്ങളെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ദൈവജനം ദൈവത്തോട് വിശ്വസ്തതയുള്ളവരായിട്ട് തീരേണ്ടതായിട്ടുണ്ട്. Dear God's children, if we have some idols in our heart, we need to remove them and be faithful to God only. നാം എവിടെയായിരുന്നാലും നമ്മുടെ ദൈവത്തെ വിശ്വസ്തയോടുകൂടി സേവിപ്പാനായിട്ട് നമുക്കിടയായി തീരണം. Wherever we are, may God help us to be faithful to Him. നാട്ടിലൊക്കെ ഒരു പഴഞ്ചൊല്ലൊക്കെ പറയാറുണ്ട്, നാടോടുമ്പോ നടുവേക്കട ഓടുക എന്നൊക്കെ പറയാറുണ്ട്. There is a saying in Kerala that do what most people are doing. പക്ഷെ ദൈവജനം വ്യത്യസ്തമുള്ളവരായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുക. But that's not applicable for us. We need to be separate and faithful to God. കാരണം യഹോവ നമ്മെ സഹായിക്കുന്നവനായിട്ട് കൂടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നാം ഒന്നാമത് ദൈവവചനത്തിലേക്ക് തിരിയണം, രണ്ടാമത് നാം കേട്ടതുപോലെ ദൈവത്തോട് വിശ്വസ്തതയുള്ളവരായിട്ട് തീരുക എന്നുള്ളതാണ്. So these two things we need to keep in mind. First, turn to God's word, and second, be faithful to God. മൂന്നാമത്തെ പോയിന്റിലേക്ക് കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. And I want to come to the third point. 1 ശമൂവേൽ 7-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 1 Samuel chapter 7 verse 6 we will read, where it says, when they had assembled at Mizpah, they drew water and poured it out before the Lord. On that day they fasted, and there they confessed, we have sinned against the Lord. And Samuel was leader of Israel at Mizpah. അവർ മിസ്പയിൽ ഒന്നിച്ചു കൂടി അതിനുശേഷം അവർ ചെയ്ത കാര്യം, ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. They gathered in Mizpah and they confessed before God that we have sinned against you. അവർ കുറവുകളെ ഏറ്റുപറയുവാനായിട്ട് തുടങ്ങി. And they started confessing their shortcomings. അവരുടെ ഹൃദയത്തിലുള്ള ഭാരങ്ങൾ അവർ ഏറ്റുപറയുവാനായിട്ട് തുടങ്ങി. And the burdens in their heart they started to bring out. അവർ ദൈവത്തോട് കുറവുകളെ ഏറ്റുപറയുന്നവരായിത്തീർന്നു. And they started confessing their shortcomings. പ്രിയമുള്ളവരെ, ഇതിൽ നമുക്ക് പഠിക്കുവാനായിട്ടുള്ള നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ In our Christian life, we need to learn something from here. ഏറ്റുപറയാത്ത പാപങ്ങൾ ഉള്ളോടത്തോളം കാലം ദൈവത്തിന് നമ്മെ സഹായിക്കാനായിട്ട് കഴിയില്ല. If we have unconfessed sins in our lives, God cannot help us. ക്രിസ്തീയ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. And we are learning the practical things that we need to apply in our life. നാം ദൈവവചനത്തിൽ വളരെ അറിവുള്ളവരായിട്ട് തീരാറുണ്ട്. Many times we are very knowledgeable in God's പക്ഷെ നാം word. പലപ്പോഴും നമ്മൾ ചെറിയ നിസാര കാര്യങ്ങൾ മറന്നുകളയുന്നവരായിട്ട് തീരുന്നുണ്ട്. But many times we just ignore small things in the word of God. അതുകൊണ്ട് പ്രിയമുള്ളവർ, നാം കുറവുകൾ ഏറ്റുപറയുന്നവരായിട്ട് തീരണം. Therefore, we need to confess our shortcomings. ഏറ്റുപറയാത്ത പാപങ്ങൾ ഉള്ളോടത്തോളം കാലം ദൈവത്തിന് നമ്മെ സഹായിക്കാനായിട്ട് കഴിയില്ല. ആയതുകൊണ്ടാണ് അവർ ഒരുമിച്ചുകൂടി പാപങ്ങൾ ഏറ്റുപറയുവാനായിട്ട് തുടങ്ങി. And as long as we have unconfessed sins in our life, God cannot be with us, cannot help us. നമുക്ക് സുവിശേഷത്തിൽ യേശു കർത്താവ് തന്നെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. In Gospel, Lord Jesus said a story like this. സുവിശേഷം 15-ാം അധ്യായം നമുക്കത് അറിയാവുന്ന കഥയാണ്. In Luke chapter 15, we know the story. അവിടെ ഒരു പിതാവിന്റെയും 2 മക്കളുടെയും കഥ പറയുന്നുണ്ട്. There is a father and 2 sons there. അത് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാം ആ കഥ എന്താണെന്നുള്ളത്. You know the story. മുടിയനായിരിക്കുന്ന പുത്രൻ എന്ന് നാം ഓമന പേരിട്ട് വിളിക്കുന്ന ഒരു കഥ. There is a son there whom we call prodigal son. പക്ഷേ ആ പുസ്തകത്തിലൊന്നും മുടിയൻ പുത്രൻ എന്നുള്ള ഒരു വാക്ക് കാണുവാനായിട്ട് പറ്റും. We don't see the word prodigal there. നമുക്കറിയാം ആ പുത്രൻ ആ പിതാവിന്റെ പക്കൽ നിന്നെല്ലാം മേടിച്ച് ദൂരവേ പോകുവാനായിട്ടിടയായി. And that son gathered everything from his father and went to a far land. അവൻ സന്തോഷിക്കുവാനായിട്ട് തുടങ്ങി. And he started enjoying himself. പാപം ചെയ്യുവാനായിട്ട് തുടങ്ങി. And he started sinning. അവൻ ഏറ്റവും ഒടുവിലായിട്ട് അവൻ പന്നികൾ തിന്നുന്ന ഭക്ഷണം കഴിക്കുവാനായിട്ട് തുടങ്ങി. And at the end we see that he was so desperate that he started eating what the pigs eat. പന്നി കഴിച്ച ഭക്ഷണം, പന്നിക്ക് കൊടുത്ത ഭക്ഷണം ഇവൻ കഴിക്കുന്നത് അവന്റെ മുതലാളികൾ. And when he was eating the food that pigs were supposed to eat, the boss saw that. ഞാൻ ഈ പറഞ്ഞാൽ ഇപ്പോൾ ബൈബിളിൽ ഇല്ലാത്തവരാണ്, എന്റെ ഒരു ഇമാജിനിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ. These things are not written in the Bible. I am just imagining. പന്നിക്ക് കൊടുക്കേണ്ട ഭക്ഷണം തിന്നപ്പോൾ ആ ബോസ് കൊടുത്തു വന്നപ്പോ and when
he started eating the food which was supposed to be given to pig, the master beat him. അപ്പോൾ അവനെന്തോന്നു ബോധം വന്നു. And then he remembered his father. അവൻ ചിന്തിക്കുവാനായിട്ട് തുടങ്ങി അവന്റെ അപ്പന്റെ ഭവനത്തെ കുറിച്ച്. And then he started thinking about his father's home. അവന്റെ പാപം അവൻ ഏറ്റുപറയുവാനായിട്ട് തുടങ്ങി. Then he started confessing his sin. അവനെല്ലാം പറഞ്ഞു, അപ്പനോട് പോയി ഞാൻ നിന്നോട് പാപം ചെയ്തിരിക്കുന്നത് പറയുമെന്ന് അവന് തീരുമാനം എടുക്കുവാനായിട്ട് He determined, I'll go to my father and I'll tell him, Father, I sinned against you. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നാം ദൈവത്തോട് ഏറ്റുപറയുന്നവരായിട്ട് തീരണം. It's very necessary that we confess our sins പുത്രൻ to God. അനുതാപത്തോട് ഏറ്റുപറഞ്ഞപ്പോൾ ആ പിതാവ് വളരെ സ്നേഹത്തോടെ അവനെ ആശ്ലേഷിച്ച് ചേർക്കുവാനായിട്ടിടയായിത്തീർന്നു. And when the son confessed his sins, the father embraced him. ദൈവജനം ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ദൈവം വളരെ വിഷമിക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. We understand that when we are moving away from God's word, God's heart is sorry. എന്നാൽ നാം ദൈവത്തോട് അടുത്ത് വരുമ്പോൾ ദൈവം ഏറ്റവും സന്തോഷിക്കുന്നു. But when we get closer to him, he is very നമ്മുടെ happy. കുറവുകൾ ഏറ്റുപറയുമ്പോൾ ദൈവം സന്തോഷിക്കുന്നു. And when we confess our sins, he is happy. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. God loves us. നാലാമത്തെ പോയിന്റിലേക്ക് കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുന്നു. 7ന്റെ 8ാമത്തെ I വാക്യം. want to come to the fourth point, which is in verse 8. They said to Samuel, do not stop crying out to the Lord our God for us, that he may rescue us from the hands of the Philistines. പ്രാർത്ഥിക്കുന്നവരായി തീരുക എന്നുള്ളതാണ്. അവിടെ പറയുന്നു, ഞങ്ങൾക്ക് വേണ്ടി അവനോട് പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുത് എന്ന് പറയുകയാണ്. And there it says that do not stop crying for us to the Lord. Do not stop praying for us to the Lord. പ്രിയ ദൈവമക്കളെ, നാം പ്രാർത്ഥിക്കുന്നവരായിട്ട് തീരണം. And it's necessary that we continue praying. ദൈവം നമ്മെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ ദൈവജനം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായിട്ട് തീരണം. If we want God's help, we need to be praying. പ്രാർത്ഥന ദൈവമക്കൾക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. It's very necessary that we pray. പലപ്പോഴും നാം പ്രതിസന്ധിയിലായിരിക്കുമ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്. Many times when we are in trouble, we start praying. അത് മാത്രമല്ല, ദൈവം ആഗ്രഹിക്കുന്ന നാം എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായി തീരുക Not only എന്നുള്ളതാണ്. that, God wants us to pray continuously. നിങ്ങൾ ഇടപെടാതെ പ്രാർത്ഥിപ്പിനെന്നാണ് നമുക്ക് കാണാൻ Pray സാധിക്കുന്നത്. continuously. പ്രാർത്ഥനയുടെ ആവശ്യകത നാം മനസ്സിലാക്കേണ്ടതായിട്ട് We need to understand the need of prayer. നമുക്ക് ദൈവത്തോട് സംസാരിക്കുക എന്നുള്ളതാണ് പ്രാർത്ഥനയിൽ കാണുവാനായിട്ട് കഴിയുന്നത്. Through prayer, we are talking to God. എന്നാൽ പ്രാർത്ഥന ഒരു ചടങ്ങാക്കി മാറ്റുവാനായിട്ട് പാടില്ല. But we should not be making prayer as a ritual. നിങ്ങളുടെ പലപ്പോഴും ഇപ്പോൾ നാം ഒരു ചടങ്ങുകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. We see that many things in spiritual world is being as a ritual. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന മുകളിലേക്ക് പോകാത്ത ഒരു പ്രധാനപ്പെട്ട കാരണം നാം കുറവുകളെ ഏറ്റുപറയുന്നില്ല എന്നുള്ളതാണ്. And many times we don't confess our sins. That's why our prayers don't go up. എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കണം. We see here how we need to pray. അതിന്റെ വിസ്താരത്തിലേക്ക് പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. I don't want to go into the details കാരണം സമയത്തിന്റെ പരിമിതി നമുക്ക് ഇവിടെ കാണുവാനായിട്ട് because of സാധിക്കും. the time. അനുതാപത്തോടെ പ്രാർത്ഥിക്കണം. 2 ദിനവൃത്താന്തം 7:14. 2 Chronicles 7:14 it says that we need to pray with repentance. പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കണം. And we need to pray with whole heart. യെരമ്യാവ് 29:13. And Jeremiah 29:13. നമുക്കറിയാം, പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയം പല വഴിക്ക് പോകാറുണ്ട്. And many times when we pray, our attention is gone in so many directions. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടായ ഒരു സംഭവം പറയാം. I'll tell you a story that happened പ്രാർത്ഥനയുടെ ആ while ശക്തിയിൽ വഹിക്കുന്ന സമയത്താണ് while someone was praying. പെട്ടെന്ന് ഓർമ്മ, കോഴിയുടെ കൂടടച്ചില്ലല്ലോ എന്ന് ഓർമ്മ വരികയാണ്. And that person remembered, oh, I did not shut the cage of the chicken. കാര്യമില്ലാട്ടോ, ഇവിടെ കോഴിക്കോടൊന്നും ഇല്ലല്ലോ. I'm not talking about here. You don't have a cage for chicken here. It's in Kerala. കേരള. അപ്പം പെട്ടെന്ന് ഓർമ്മ, മോനെ കോഴിയുടെ കൂടടച്ചോ, നീ ബുക്കുമെന്ന് കോഴി കൊണ്ടുപോകും. So the person who is praying, he said, son, can you go and check if you shut the cage of the chicken or a fox will come and take the chicken? പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഇങ്ങനെ പല വഴിക്ക് പോകാറുണ്ട്. Oh, so that's how when we pray, our hearts are wandering everywhere. അങ്ങനെയല്ല, പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. So this is not how we should pray. We should pray with the whole heart. നമുക്ക് ബൈബിളിൽ ഒരുപാട് ഉദാഹരണങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. We have so many examples. കന്യയുടെ പ്രാർത്ഥന കാണുവാനായിട്ട് We സാധിക്കും. know the prayer of Hannah. ദൈവത്തോട് ഹൃദയം പകരുന്നത് കൂടെ കാണുവാനായിട്ട് There we സാധിക്കും. see that she is pouring her heart out. അത് മാത്രമല്ല, വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. And also pray with faith. യാചിക്കുന്നതൊക്കെയും ലഭിക്കും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി നാം പ്രാർത്ഥിക്കുക We should എന്നുള്ളതാണ്. pray with the faith that whatever we are asking will be given to us. അപ്പോൾ ദൈവം നമ്മോട് കൂടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ, ദൈവം നമ്മെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ 4 കൂട്ടം കാര്യങ്ങളെ കുറിച്ച് നാം ചിന്തിച്ചു കഴിഞ്ഞു. Therefore, we talked about 4 things that we need to do if we want God's presence with us. ഒന്നാമത് നാം ചിന്തിച്ചു നാം ദൈവവചനത്തിലേക്ക് തിരിയുക എന്നുള്ളത്. First thing, we need to turn to God's word. രണ്ടാമതായി ദൈവജനം ദൈവത്തോട് വിശ്വസ്തതയുള്ളവരായിരിക്കുക എന്നുള്ളത്. Second thing, God's people should be faithful to God. മൂന്നാമത് കുറവുകളെ ഏറ്റുപറയുന്നവരായിരിക്കുക
അനുസരിക്കുക എന്നുള്ളത്. Then we should be people who confess their sins. നാലാമത് പ്രാർത്ഥിക്കുന്നവരായിരിക്കുക And എന്നുള്ളത്. then we should be people who pray. അത് മാത്രമല്ല ദൈവജനം ദൈവത്തെ അനുസരിക്കുന്നവരായി തീരണമെന്നുള്ളത്. And also we should be people who obey God. ദൈവത്തെ അനുസരിക്കുക എന്നുള്ളത് ദൈവം പറയുന്ന അതേ സമയത്ത് അനുസരിക്കുക എന്നുള്ളതാണ്. Not only obeying Him after some time, but obeying Him right then. ദൈവത്തെ നമുക്ക് പറയാനുണ്ട് കർത്താവേ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അനുസരിക്കാമെന്ന് പറയുവാനായിട്ട് പറ്റുകയില്ല. We cannot tell God, oh God, give me some time, I'll obey you later. ഒരിക്കലും ഒരു അപ്പച്ചൻ ദൂരയാത്ര പോകാനായിട്ട് തുടങ്ങി. Once father prepared to make a long journey, അപ്പച്ചൻ ദൂരയാത്ര ചെയ്യാനായിട്ട് ഒരു പാന്റ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു. and so he went outside and bought a pants. പാന്റ് വീട്ടിലൊന്ന് ഇട്ട് നോക്കിയപ്പോഴാണ് 2 ഇഞ്ച് പാന്റിന് ഇറക്കം കൂടുതലാണ്. When he tried the pants at home, he saw that the pants was longer, 2 inches longer. തന്നെ സ്നേഹിക്കുന്ന തന്റെ ഭാര്യ അടുത്ത് നിന്ന് ഈ പിതാവ് പറയുകയാണ്, And he went to his wife and said, അല്ലയോ പ്രിയതമേ, my beloved, എന്റെ പാന്റ് 2 ഇഞ്ച് ഇറക്കം കൂടി നീ ഒന്ന് അത് വെട്ടി ഒന്ന് തയ്ച്ചു തരാമെന്ന് ചോദിച്ചു. he said, my pants are 2 inches long, can you cut it and stitch it again? ഈ അമ്മയ്ക്ക് ഈ പ്രിയതമയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. This wife got angry. ഞാൻ ഒത്തിരി പണിയിരിക്കുന്ന ബാലൻസ് എടുപ്പുണ്ട്, I have so much work to finish. എനിക്ക് ഭക്ഷണം വെക്കണം, I have to prepare food. പാത്രങ്ങൾ കഴുകാനുണ്ട്, I have to wash dishes. അതുകൊണ്ട് എനിക്കിപ്പോൾ സമയമില്ല, നിങ്ങളുടെ മൂത്ത മോളോട് പോയി പറയാൻ പറഞ്ഞു. So I don't have time now. Go and tell your elder daughter. മൂത്ത മോളോട് പോയിട്ട് ഈ അപ്പച്ചൻ മോള് പ്രിയ മോളെ, So this father went to the daughter and said, my dear daughter, അപ്പൊ ഒരു പാന്റ് മേടിച്ച് 2 ഇഞ്ച് ഇറക്കം കൂടി പോയി. I bought a pair of pants, but it is 2 inches നീ longer. ഒന്ന് കട്ട് ചെയ്ത് തയ്ച്ചു വെക്കാമോ എന്ന് ചോദിച്ചു. He asked, can you just cut it and stitch it and iron it for me? മോള് പറഞ്ഞു, എനിക്കിപ്പോ നേരമില്ല പപ്പ, എനിക്ക് ഒരുപാട് തുണി വാഷ് ചെയ്യാണ്ട്, ഇതൊക്കെ വാഷ് ചെയ്തിട്ട് വേണം എനിക്കിനി കിടക്കുവാനായിട്ട് പോകാൻ, അതുകൊണ്ട് എനിക്ക് നേരമില്ല. പപ്പ അനിയത്തോട് പോയി പറയാൻ പറഞ്ഞു. And daughter said, no dad, I have no time, I have to wash so many dishes. And so asked the younger sister. രണ്ടാമത്തെ കൊച്ചിനോട് പോയി പപ്പ പറഞ്ഞു, മോള് ഈ പാലൊന്ന് 2 ഇഞ്ച് ഇറക്കം കൂടി തയ്ച്ചു തരാമെന്ന് ചോദിച്ചു. The dad went to that younger daughter and said, daughter, my pants is long, can you shorten it? ഈ മോള് പറഞ്ഞു, എനിക്ക് നാളെ എക്സാം ആണ്, ഒത്തിരി പഠിക്കാൻ എനിക്ക് സമയമില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യത്തില്ല. And the daughter said, no, I have exam tomorrow, I have a lot to study, I cannot do it. അവസാനം ഈ പിതാവ് തന്നെ 2 ഇഞ്ച് കട്ട് ചെയ്ത് തേച്ച് മടക്കി അവിടെ വെച്ചു. And then this father, he himself shortened the pants and ironed it and kept it ready. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും ഇളയ മോൾക്കൊരു കുറ്റബോധം തോന്നുവാൻ തുടങ്ങി. And then after some time, the younger girl started having a guilty feeling. പപ്പ എനിക്ക് ഒത്തിരി കളിപ്പാട്ടം മേടിച്ചു തന്നല്ലേ. She started to, my dad has bought a lot of toys for me. അനുസരിച്ച് എനിക്ക് പ്രയാസമാവില്ലേ. And if I don't obey him, it would be bad. ഇളയ മോള് 2 ഇഞ്ച് കട്ട് ചെയ്ത് തേച്ച് മടക്കി. So the younger girl, she shortened the pants and ironed it and put it over there. കുറച്ച് മൂത്ത മോൾക്ക് അനുതാപം തുടങ്ങി. After some time, the older daughter, she had the guilty conscience. പുള്ളിക്കാരത്തെയും 2 ഇഞ്ച് കട്ട് ചെയ്ത് മടക്കി തേച്ച് അവിടെ വെച്ചു. And she also shortened the pants and ironed it and put it over there. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഭാര്യയ്ക്ക് പോകും, എന്നാലും എന്റെ ഭർത്താവ് പറഞ്ഞതല്ലേ, അനുസരിച്ചില്ലെങ്കിൽ പ്രശ്നമാവില്ലേ. ഭാര്യ തീരുമാനിച്ചു 2 ഇഞ്ച് കട്ട് ചെയ്ത് ഭാര്യയും തേച്ച് മടക്കി. After some time, wife had that guilty feeling, and she also went and shortened the pants and ironed and put it there. മൊത്തം എത്ര ഇഞ്ച് കട്ട് ചെയ്തു? Now the pants is how shorter now? അപ്പന്റെ വക 2 ഇഞ്ച്, Father shortened 2 inches, അമ്മ 2 ഇഞ്ച് 4 ഇഞ്ച്, mother 2 inches, മൂത്ത മോള് 2 ഇഞ്ച് 6 ഇഞ്ച്, the older daughter 2 inches. മൊത്തം 8 ഇഞ്ച് പാൻറിറക്കം കൊടുത്തു. Now the pants are 8 inches shorter. ഈ പിതാവ് രാവിലെ എഴുന്നേറ്റ് രാത്രിയാണ് ഈ പാൻറ് എടുത്തിട്ട്. In the morning, father, before he was going to the journey, he put the pants on. നിക്കറായി മാറിപ്പോയി. Then he realized it's no more pants, it's a knicker now, shorts. പ്രിയമുള്ളവരെ, പലപ്പോഴും നാം ഇങ്ങനെയാണ് അനുസരിക്കുന്നവര്. Many times this is how we obey. ഇവരെല്ലാവരും അനുസരിച്ചു. They all obeyed. എന്താണ് അതിനൊരു ഫലം ഉണ്ടാകുവാനായിട്ട് ഇടയാക്കിയിരുന്നു. But this kind of obedience didn't bring the right result. പലപ്പോഴും നാം ദൈവത്തെ അനുസരിക്കുന്നത് ഇപ്രകാരമാണ്. This is how we obey God many times. നാം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. So it has to be from ആവർത്തനം 26:16 നമുക്ക് നോക്കാം. Deuteronomy 26:16. 26:16. Deuteronomy 26:16. This day the Lord thy God hath commanded thee to do these statutes and judgments
Thou shalt therefore keep and do them with all thine heart and with all thy soul. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ പ്രമാണിച്ച് നടക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. It says that you follow these statutes with all your heart and all your soul. അനുസരിക്കുന്നവരായിട്ട് തീരുക എന്നുള്ളത്. It's very necessary that we obey. നമുക്കറിയാം 1 ശമൂവേൽ 15:26 അനുസരിക്കുന്നത് യാഗത്തെക്കാളും നല്ലത് എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. In 1 Samuel 15 we read that obeying is better than sacrifice. അനുസരിക്കുക എന്നുള്ളതിന് ദൈവരാജ്യത്തെ നമുക്ക് പ്രവേശനം തരിക എന്നുള്ള കാര്യം സാധ്യമാക്കി തീർക്കുന്നു. By obeying we enter the God's kingdom. മത്തായി 7:21 നമുക്കൊന്ന് നോക്കാം. Matthew chapter 7 verse 21. Matthew 7:21. Matthew 7:21. Not everyone that saith unto me, Lord, Lord, shall enter into the kingdom of heaven, but he that doth the will of my Father which is in heaven. സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നു. അപ്പോൾ അനുസരിക്കുക എന്നുള്ളത് സ്വർഗരാജ്യത്തിൽ കടക്കേണ്ടതിന് കൂടി വേണ്ടിയിട്ടാണ്. Only those who do the will of God will enter the kingdom of God. That is the obedience. നമ്മുടെ എല്ലാ മേഖലകളിലും ദൈവത്തെ നാം അനുസരിക്കുന്നവരായിട്ട് തീരണം. In all our spheres we need to be obeying God. നമുക്കറിയാം നോഹയെ അനുസരിച്ചതുപോലെ. We know that how Noah obeyed. അബ്രഹാം അനുസരിച്ചതുപോലെ. How Abraham obeyed. ദൈവത്തെ നാം അനുസരിക്കേണ്ടതായിട്ടുണ്ട്. We need to obey God. അപ്പോൾ ദൈവം നമ്മോട് കൂടെയിരിക്കും. Then God will be with us. ഏറ്റവും ഒടുവിലായിട്ട് അതിന്റെ 12ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. Let's go to verse 12 of 1 Samuel chapter 7. Verse 12. Then Samuel took a stone and set it up between Mizpah and Shen. He named it Ebenezer, saying, Thus far has the Lord helped us. കണ്ടോ, അവിടെയാണ് ഏബനേസർ എന്ന പേരിട്ടു. And that is where he named it Ebenezer. ഈ 6 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാകുമ്പോൾ ഏബനേസറായ ദൈവം നമ്മോട് കൂടെ വരും. When we have finished all these 6 things in our life, God will be with us. Ebenezer. യഹൂദന്മാരുടെ ആചാരപ്രകാരം ഒരു സ്മാരകം നാട്ടുക എന്നുള്ളത് നന്ദിയുടെ പ്രതീകമായിട്ടാണ് കാണുന്നത്. According to Jewish rituals, if you make a stone standing, it is a symbol of thanksgiving. അപ്പോൾ ദൈവത്തോട് നാം നന്ദിയുള്ളവരായിട്ട് തീരണം. And we should be thankful to God. നാം ആഴ്ചയിൽ 1-ാം ദിവസം വരുന്നത് ദൈവത്തോട് നന്ദിയുള്ളവരായതുകൊണ്ടാണ്. And we come here first day of the week because we are thankful to God. ദൈവത്തെ ആരാധിക്കുവാനായിട്ടാണ് നാം കടന്നു വന്നിരിക്കുന്നത്. We came here to worship God. നാം ദൈവത്തോട് എപ്പോഴും നന്ദിയുള്ളവരായിട്ട് തീരുക എന്നുള്ളതാണ്. We always should be thankful to God. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അവർ ചെയ്തപ്പോൾ യഹോവ അവരെ സഹായിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ഥലത്തിന് Ebenezer എന്ന പേരിട്ടു. So when Israelites were thankful to God, Samuel named that place Ebenezer. ഇത്രത്തോളം ദൈവം എന്നെ സഹായിച്ചു. Thus far God has helped us. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ, if you want God's help in your life, ദൈവം നമ്മോട് കൂടെ എപ്പോഴും ഇരിക്കണമെന്നുണ്ടെങ്കിൽ, if you want God be with you all the time, നാം ചിന്തിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കേണ്ടതാണ്. all these things we need to implement in our lives. നമ്മുടെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കേണ്ടതായിട്ടുണ്ട്. Let's look back into our lives. നമ്മുടെ ജീവിതം എപ്രകാരമായി തീർന്നിരിക്കുന്ന നോക്കേണ്ടതായിട്ടുണ്ട്. We need to examine how our life has become. കഴിഞ്ഞ 2-3 ആഴ്ചകളിലായിട്ട് നാം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനം അത് തന്നെയാണ്. Last 3-4 weeks we have been listening to these thoughts here. നാം ദൈവവചനത്തിലേക്ക് തിരിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. The first step is we come back to God's word. ദൈവജനം ദൈവത്തോട് വിശ്വസ്തതയുള്ളവരായിട്ട് തീരുക എന്നുള്ളത് നാം കാണാം. And then God's people be faithful to God. നാം കുറവുകളെ ഏറ്റുപറയുന്നവരായിട്ട് തീരണം. And then we should be a people who confess our sins. പരസ്പരം പ്രാർത്ഥിക്കുന്നവരായിട്ട് തീരണം. And then we should be praying for each other. നാം അനുസരിക്കുന്നവരായിട്ട് തീരണം. And then we should be people obeying God. ദൈവത്തോട് നന്ദിയുള്ളവരായിട്ട് തീരണം. And we also should be thankful to God. അപ്പോൾ ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്ന ഏബനേസറായ ദൈവം നമ്മോട് കൂടെ ഇരിക്കും. And then God will be Ebenezer with us. ഇസ്രായേൽ മക്കൾ നമുക്കറിയാം അവർ ആ യുദ്ധത്തിൽ വിജയിക്കുവാനായിട്ടിടയായി തീർന്നു. And then we see the result here that Israelites won the war. ആ ഫിലിസ്തീനെ കൊന്നുകളയുവാനായിട്ടിടയായി തീർന്നു. And then they were able to destroy Philistines. അവരുടെ മേൽ അവർക്ക് വിജയമെടുക്കുവാനായിട്ട് സാധിച്ചു. Then they were able to get victory over them. നമുക്കും ഇന്ന് സാത്താനെ കൊല്ലുവാനായിട്ട് സാധിക്കും. Oh, but then we will be able to destroy Satan too. സാത്താന്റെ സൈന്യം നമ്മെ തോൽപ്പിക്കുവാനായിട്ടുണ്ട്. Oh, there are Satan's army around us to defeat us. എന്നാൽ ഈ 6 കൂട്ടം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുമ്പോൾ
ദൈവം നമ്മെ സഹായിക്കും നമുക്ക് അവിടെ വിജയം എടുക്കുവാനായിട്ട്. But if we implement these 6 things in our own life, then God will help us. നമ്മുടെ വിജയത്തിന്റെ കൊടി നമുക്ക് പാലിപ്പിക്കുവാനായിട്ട്. And then we will be able to show that flag of victory. അതുകൊണ്ടാണ് പാട്ടുകാരൻ പ്രകാരം പാടിയിട്ടുണ്ട്, യേശുവിൻ നാമം വിജയിക്കട്ടെ, സാത്താന്യ കോട്ടകൾ തകർന്നിടട്ടെ. And that's why a songwriter has said that may God, Jesus' name be victorious and Satan's force will be destroyed. ആ പാട്ട് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആ 4 വരികൾ ചേർന്ന് പാടാം. ലിജോ ബ്രദർ അറിയാമല്ലോ. യേശുവിൻ നാമം വിജയിക്കട്ടെ, സാത്താന്യ കോട്ടകൾ തകർന്നിടട്ടെ. യേശുവിൻ നാമം വിജയിക്കട്ടെ, സാത്താന്യ കോട്ടകൾ തകർന്നിടട്ടെ. സുവിശേഷത്തിൻ കൊടിയുയരട്ടെ, നാമധേയ സംഘങ്ങൾ ഉണർന്നിടട്ടെ. പോകുക നാം പൂർവീരരായി, രക്ഷകനേശുവിൻ പ്രിയജനമേ. രക്ഷാദൂതിൻ പടവുമായി ഉണർവോടെ മുന്നോട്ട് പോകുക നാം. യേശുവിന്റെ നാമം വിജയിക്കുവാനായിട്ട്, so that the name of Jesus be victorious. നമുക്ക് ഉണർന്നെഴുന്നേൽക്കാം. We should be awake. സുവിശേഷത്തിന്റെ കൊടി ഉയർത്തുവാനായിട്ട്, and we should show the flag of victory. നമുക്ക് ഉണർന്നെഴുന്നേൽക്കാം. And we should be awake. ഈ രാജ്യത്ത് ദൈവത്തിന്റെ നാമത്തെ നമുക്ക് ഉയർത്താം. And we should proclaim the word of God in this land. ഈ രാജ്യത്തെ മാറ്റിമറിക്കുവാനായിട്ട് ഈ ചാപ്പലിലുള്ള വിശ്വാസികളെ കൊണ്ട് സാധിക്കും. The people in this chapel can do a lot to change the world. നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നുവെങ്കിൽ നമ്മളെ വിജയിക്കുവാനായിട്ട് ആർക്കും സാധിക്കില്ല. And if we stand together, nobody can defeat us. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മെ തോൽപ്പിക്കുവാനായിട്ട് ആർക്കും സാധിക്കില്ല. And if God with us, nobody can defeat us. അതുകൊണ്ട് ഈ ദൈവവചനത്തോടുകൂടി നമുക്ക് ഈ ആഴ്ചയിൽ നമുക്ക് ആയിത്തീരാം. So with these words, let's enter into this week. നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവത്തോട് ഏറ്റു പറഞ്ഞുകൊണ്ട്, and let's confess all of our shortcomings to God. ദൈവമേ, ഞാൻ നിന്റെ അടുക്കിലേക്ക് വരുന്നു. God, I'm coming to you. ഞാൻ നിന്റെ അടുക്കിലേക്ക് വരുന്നു. I'm coming to you, God. അവിടെ നിന്നെ സഹായിക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി, God, I need your help. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം. Let's approach God with this prayer. നമുക്ക് പ്രാർത്ഥിക്കാം. Let's pray. Our gracious Heavenly Father, thank you for this wonderful time you gave us. Thank you for the